നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികൾ കാണുമല്ലേ? അങ്ങനെ അവരോടുള്ള ഇഷ്ടവും ആരാധനയും ഒക്കെ കൊണ്ട് നമ്മൾ അവരുടെ പോസ്റ്റുകൾക്ക് കമന്റ് ഇടുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫാൻ ലെറ്റേഴ്സ് എഴുതുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇട്ട കമന്റിന് ഒരു റിപ്ലൈ എത്രത്തോളം നമ്മളെ സന്തോഷിപ്പിക്കും. ഇവിടെ അതുപോലെ ഫേവറേറ്റ് സെലിബ്രിറ്റി തന്റെ കത്തുകൾക്ക് റെസ്പോണ്ട് ചെയ്ത സന്തോഷം ഒരു കൊച്ചുകുട്ടിക്ക് വരുന്നു. പക്ഷെ അവൾ അതിന് പിന്നിലെ ഈ ഒരു ചതി മനസ്സിലാക്കിയിരുന്നില്ല. 2022 റിലീസായ ഫാൻ ലെറ്റർ പ്ലീസ് എന്ന കഥയാണ് കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായ ഒരു കൊച്ചുകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് വു എന്നാണ്. വു ഒരു അസുഖബാധിതയായ പെൺകുട്ടിയാണ്. അവൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഏറെ ദിവസവും ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്ന് പറയാം. കൂടാതെ അവൾക്ക് അമ്മയില്ല, അവളുടെ അച്ഛനാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ അച്ഛനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് ജിയോങ് എന്നാണ്. ലൈഫില് ഒരു കാര്യവും വുവിനെ അത്രയധികം സന്തോഷിപ്പിക്കില്ല, അത്രയധികം അവളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. നീ ഇത് ചെയ്താല് ഈ കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞ അവളെ അത്രയ്ക്ക് മോട്ടിവേറ്റഡ് ആക്കുന്ന മറ്റൊരു കാര്യമില്ല. ആ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റി ആയ ഹാനിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഹാൻ സൗത്ത് കൊറിയയിലെ തന്നെ പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിയാണ്. ഒരുപാട് സിനിമകളിലും ഡ്രാമകളിലും പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു നടി. ഹാനിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അവൾക്ക് അവരെല്ലാം നൽകുന്ന സ്നേഹവും കാര്യങ്ങളും ഒക്കെ പക്ഷെ ഒരു പൊള്ളയായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. കുട്ടിക്കാലം മുതലേ തന്നെ ഇതുപോലെ പ്രശസ്തിയുടെ ലോകത്ത് നിൽക്കുന്നത് കൊണ്ട് അതിന്റെ ദൂഷ്യവശങ്ങളും നന്നായി അറിയാവുന്ന അവൾക്ക് തനിക്ക് നേരെ തന്റെ ആരാധകർ കാണിക്കുന്ന സ്നേഹം പലപ്പോഴും ഒരു അഭിനയമാണോ എന്ന് പോലും അവളുടെ ചില എക്സ്പീരിയൻസുകൾ കൊണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഈ ഫാൻസ് ഇടുന്ന ലെറ്റേഴ്സിനോടോ കമന്റുകളോടോ ഒന്നും തന്നെ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ആ കൂട്ടത്തിൽ പറഞ്ഞു വരുമ്പോൾ ശരിയാണ്, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്ന പോലെ തന്നെ ചിലപ്പോൾ അവളുടെ ഫാൻ എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ എപ്പോഴും സിൻസിയർ ആവണമെന്നില്ല. 99% പേരും സിൻസിയർ ആണെങ്കിൽ അതിൽ 1% ആള് കാണും എന്തെങ്കിലും മുതലെടുപ്പോ ആവശ്യങ്ങൾ കാണാനോ ഒക്കെയായി സ്നേഹം അഭിനയിക്കുന്നത് എന്ന് കരുതി ആ 1% വേണ്ടി ബാക്കി 99%ത്തെയും കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരു തെറ്റല്ലേ? ഇവിടെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് മൂലം തന്നെ ഇവളോട് സിൻസിയറായി ഇഷ്ടം കാണിക്കുന്ന പലരെയും മൈൻഡ് ആക്കാറില്ല. ആ കൂട്ടത്തിൽ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ അവൾ മൈൻഡ് ചെയ്യാതെ പോയ ഹാൻ ഉള്ളത്. കാരണം ഹാൻ ഇവൾക്ക് നിരവധി ഫാൻ ലെറ്റേഴ്സ് എഴുതാറുണ്ടായിരുന്നു. നേരിട്ട് കണ്ടോ നേരിട്ട് കോൺടാക്ട് ചെയ്തോ തന്റെ ഇഷ്ടം അവളുടെ ഈ ഫേവറേറ്റ് സെലിബ്രിറ്റിയോട് പങ്കുവെക്കാൻ സാധിക്കാതെ വു ഹാനിന് വേണ്ടി എഴുതിയിരുന്ന ആ കത്തുകൾ പക്ഷെ ഹാൻ കണ്ടതുപോലുമില്ല. അത് ടോട്ടലി അവളെ ഇഗ്നോർ ചെയ്ത് വിട്ടിരുന്നു. പക്ഷെ വൂന് ഹാനോടുള്ള ഈ താല്പര്യം അറിയാവുന്ന ജിയോങ് ഹാനിന്റെ പിക്ചർ വെച്ച് പ്രിന്റ് ചെയ്ത് വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിന്റെ പാക്കറ്റിൽ വരുന്ന ചോക്ലേറ്റ്, അങ്ങനെ ഹാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ വൂന് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഹാനിന് ലഭിച്ച ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റും ലെറ്റേഴ്സും അവളെ ഏൽപ്പിക്കാനായി അവളുടെ സ്റ്റാഫ്സ് നോക്കുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഗിഫ്റ്റുകളൊക്കെ റിട്ടേൺ ചെയ്തേക്ക്, ലെറ്റേഴ്സ് ഒക്കെ കൊണ്ട് കത്തിച്ച് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അവൾ കാറിൽ കയറി പോകുമ്പോൾ സ്റ്റാഫ്സ് അത് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് 1-2 ലെറ്റേഴ്സ് താഴെ വീണിട്ടുണ്ടായിരുന്നു. അത് അവർ കണ്ടതുമില്ല. പക്ഷെ ഇതെല്ലാം കണ്ട് പാർക്കിംഗ് ഏരിയയിൽ മറിഞ്ഞൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അതൊരു പാപ്പരാസി റിപ്പോർട്ടറാണ്. അറിയാലോ, പാപ്പരാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സെലിബ്രിറ്റികളുടെ പിറകെ നടപ്പാണ് അവരുടെ പ്രധാന പരിപാടി. എന്താണ് എങ്ങനെയാണെന്നൊക്കെ ക്യാപ്ചർ ചെയ്ത് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ വരെ നുഴഞ്ഞു കയറി ആ ഒരു വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്ത് അതുവഴി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി. എന്തായാലും അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടറിന്റെ കയ്യിൽ ഈ ലെറ്ററുകൾ കിട്ടുന്നു. അയാൾ അത് വളരെ കാര്യമായി എടുക്കുന്നുണ്ട്. ഇത് ഹാങ്ങിനെതിരെ സെൻസേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ചമച്ചുണ്ടാക്കാൻ സഹായിക്കുമെന്ന് കരുതി. വു ആകട്ടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾക്ക് ട്രീറ്റ്മെന്റിനൊക്കെ ഭയങ്കര പേടിയും മടിയും ഒക്കെയാണ്. ഈ സമയത്തെല്ലാം ഹാനിന്റെ കാര്യം പറഞ്ഞാണ് ജിയോങ് അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കീമോതെറാപ്പിക്ക് പോകേണ്ട സമയം അവൾ പോയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ മോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അച്ഛൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് ട്രീറ്റ്മെന്റിന് ജിയോങ് അവളെ കൊണ്ടുപോകുന്നു. ട്രീറ്റ്മെന്റിന് വിധേയാവുന്ന സമയത്ത് പോലും കഠിനമായ വേദനയിൽ അവൾ കരയുന്നതൊക്കെ കാണുമ്പോൾ ജിയോങ് നന്നായി സങ്കടപ്പെടുന്നുണ്ട്. ജിയോങ് ഒരു ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. ഒറ്റയ്ക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി അവളുടെ ചികിത്സയ്ക്ക് അവളെ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ജോലിക്ക് പോയി ട്രീറ്റ്മെന്റിന് വേണ്ട കാശും സ്വരുക്കൂട്ടി. ശരിക്കും ലൈഫിൽ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെയാണ് ജിയോങ് കടന്നു പോകുന്നത്. എന്തായാലും അങ്ങനെ ട്രീറ്റ്മെന്റിന് വിധേയമായതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ എന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറയുന്നവൾ പറയുന്ന ആഗ്രഹം ഇതാണ്: താൻ എഴുതിയ ലെറ്ററിന് ഹാൻ തനിക്ക് മറുപടി തരണമെന്ന്. അത് കേൾക്കുമ്പോൾ ജിയോങ് സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോകുന്നുണ്ട്. കാരണം ഹാനിന് ഇവൾക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി ഹാനിന്റെ പടം പ്രിന്റ് ചെയ്ത് വരുന്ന സ്നാക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ അല്ലല്ലോ ഹാനിൽ നിന്നൊരു മറുപടി കത്ത് എന്ന് പറയുന്നത്. ഇതെങ്ങനെ
നടക്കുമെന്ന് ജിയോങ്ങിന് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ സാധിച്ചു കൊടുക്കാമെന്ന് വാക്കും പറഞ്ഞുപോയി. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്. അത് ഈ ജിയോങ്ങിന്റെ ഹൈസ്കൂളിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഹാൻ എന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവൻ എന്തായാലും അതുവഴി ഒന്ന് ട്രൈ ചെയ്യാന്ന് ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഹാൻ ഒരു ഡയറക്ടറുമായുള്ള മീറ്റിംഗിന് ഒരു ഹോട്ടലിൽ പോകുന്നത്. ഹാന്റെ മുന്നിൽ വെച്ച് ആ ഡയറക്ടർ നന്നായി അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളൊന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്ന ഗ്യാപ്പിന് കൂടെ ഇരുന്ന ആളിനോട് അവളെ പറ്റി വളരെ മോശം പരാമർശം ആ ഡയറക്ടർ നടത്തുന്നത് കേൾക്കുന്ന ഹാൻ അതിന്റെ പേരിൽ ഡയറക്ടറിനോട് വഴക്കുണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവൾ ഫാൻസിനെ പോലും ഭയക്കുന്നത്. അവര് കാണിക്കുന്ന സ്നേഹം പൊള്ളയാണോ കള്ളമാണോ എന്നെല്ലാം ഒരു തോന്നൽ അവൾക്കുള്ളത്. അങ്ങനെ അതിന്റെ പേരിൽ ഇപ്പോ ഈ ഡയറക്ടർക്കും ഇവൾക്കും ഇടയിൽ വഴക്ക് നടക്കുമ്പോഴാണ് അവൾ അറിയിച്ചതിനെ തുടർന്ന് അവളുടെ PA ഒരു കാർ അങ്ങോട്ടേക്ക് അവളെ പിക്ക് ചെയ്യാനായി പറഞ്ഞു വിടുന്നത്. ആ കാർ ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ മറ്റാരും അല്ല, ജിയോങ് ആണ്. വർഷങ്ങൾക്കിപ്പുറമാണെങ്കിൽ പോലും ജിയോങ്ങിനെ ഇപ്പൊ കാണുമ്പോൾ ഹാൻ അവനെ തിരിച്ചറിയുന്നു. രണ്ടുപേരും പണ്ടത്തെ ക്ലാസ്മേറ്റ്സും ഒക്കെ ആയതുകൊണ്ട് അതിനെപ്പറ്റി തിരിച്ചു പോകുന്ന വഴി അവരിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ കാറിലിരുന്ന പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ മകളുടെ കാര്യം സംസാരിക്കുന്ന ജിയോങ് അറിയുന്നില്ല ഇവന്റെ മകളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോഴേ, അതായത് ഇവന് മകളുണ്ടെന്ന് കേൾക്കുമ്പോഴേ ഹാനിന്റെ മുഖം വാടുന്നത്. അവൻ അതൊന്നും അറിയാതെ കുഞ്ഞിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്നു. നിങ്ങളുടെ വലിയ ഫാൻ ആണെന്നൊക്കെ അവൻ പറയുമ്പോഴും അതിന്റെ യാതൊരു സന്തോഷവും അഭിമാനവും ഒന്നും തന്നെ അവളുടെ മുഖത്തില്ല. ഒരുമാതിരി ഫീലിംഗില് മുഖം വെച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അവളെ താമസ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് കാർ പാർക്ക് ചെയ്ത് എത്തുന്ന അവൻ ഈ ഒരു അവസരം മുതലാക്കി തന്റെ മകൾക്ക് വേണ്ടി ഒരു കത്ത്, ഒരേ ഒരു മറുപടി കത്ത് അവളോട് ചോദിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എന്തായാലും മുന്നേ കാറി വെച്ച് അവൾക്ക് വന്ന അതേ ഭാവത്തിൽ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തതിന് നന്ദി പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ അവൻ വളരെ നിരാശയിലാണ് അന്ന് മടങ്ങി പോകുന്നത്. ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സ്കൂളിൽ വെച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് ഹാനും ജിയോങ്ങും. ഒരു ദിവസം സ്റ്റോർ റൂമിൽ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന ജിയോങ് അവിടെ യാദൃശികമായി മറിഞ്ഞിരുന്ന പുകവലിക്കുന്ന ഹാനിനെ കാണുന്നു. ഹാൻ അന്നേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ താൻ ഇങ്ങനെ പുകവലിക്കുന്നത് വേറൊരാൾ കണ്ടു എന്ന് കാണുമ്പോൾ ആകെപ്പാടെ പേടിക്കുന്നുണ്ട്. കാരണം അവളുടെ ഇമേജിനെ ഇത് ബാധിക്കുമല്ലോ. ഇവളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ പറ്റി വലിയ ധാരണയില്ലാത്ത കണക്ക് അവൻ എന്തായാലും നല്ലൊരു ഉപദേശം അവൾക്ക് കൊടുക്കുന്നു, ഇങ്ങനെ പുകവലിക്കരുത്, അത് നമ്മൾ കുട്ടികളാണെന്നൊക്കെ. എന്തായാലും അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു സാർ ഇവരെ കാണുന്നു. അങ്ങോട്ടേക്ക് എത്തുന്ന സാറിന് ആരോ പുകവലിച്ചു എന്നത് അവിടെ നിറഞ്ഞു നിന്നിരുന്ന സ്മെല്ല് വെച്ച് മനസ്സിലാവുന്നു. സാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ താൻ പിടിക്കപ്പെട്ടു, എല്ലാം തീർന്നു എന്ന് ഹാൻ ആകെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഹാനിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാനാണ് പുകവലിച്ചതെന്ന് ആ തെറ്റ് ഏറ്റെടുത്ത് അവളെ സംരക്ഷിച്ച് ജിയോങ് അന്ന് അവളുടെ ഉള്ളിൽ വലിയൊരു ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ കാണുമ്പോൾ മകൾക്ക് കൊടുക്കാനായുള്ള മറുപടി കത്ത് ഹാനിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിക്കാതെ നിരാശനായ ജിയോങ് ഒരു വഴി അതിന് കണ്ടുപിടിച്ചു. അത് മറ്റൊന്നുമല്ല, ഹാൻ എഴുതിയ രീതിയിൽ ഫേക്ക് ലെറ്റേഴ്സ് താൻ തന്നെ തന്റെ മകൾക്ക് വേണ്ടി എഴുതാമെന്ന്. അവന് വേറെ വഴിയില്ല. കുഞ്ഞ് അസുഖബാധിതയായി കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ ആ വേദന ഒന്ന് ശമിക്കുന്ന രീതിയിൽ അവളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇവൻ ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു കള്ളത്തിന് കഴിയുമെങ്കിൽ അത് ഒരു കള്ളമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ആ മറുപടി കത്ത് കിട്ടുന്ന വു വളരെ ഹാപ്പി ആവുന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ തന്റെ കുട്ടിയുടെ സന്തോഷം കണ്ട് ജിയോങ് വളരെ ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ ഒരു മറുപടി കത്തുകൊണ്ട് സംതൃപ്തിയാവാതെ വു വീണ്ടും വീണ്ടും കത്തുകൾ എഴുതുകയും അതിനൊക്കെ മറുപടി കത്തുകൾ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഈ കള്ളക്കളി തുടരാനേ ജിയോങ്ങിനെ നിവർത്തി വന്നുള്ളൂ. അപ്പോഴും അവന്റെ ആശ്വാസം അവന്റെ കുഞ്ഞിന്റെ സന്തോഷമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു കാര്യം നടക്കുന്നത്. അലക്ഷ്യമായി ഉപേക്ഷിക്കാനായി പറഞ്ഞ ഒന്ന് രണ്ട് ഫാൻ ലെറ്റേഴ്സ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു പാപ്പരാസിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഹാൻ ആണ് അതൊക്കെ ഡിസ്പോസ് ചെയ്യാനായി അവളുടെ സ്റ്റാഫിനോട് പറഞ്ഞത്. എന്നാലും ആ കിട്ടിയ കത്തുകൊണ്ട് ഫാൻസ് ഹാനിനെ അത്രയേറെ ഇഷ്ടത്തോടെ കണ്ട് എഴുതുന്ന ഈ കത്തുകൾക്ക് ഹാൻ ഒരു കീറ പേപ്പറിന്റെ വില പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആ ഒരു പാപ്പരാസി റിപ്പോർട്ടർ തുടങ്ങുന്നു. അതങ്ങ് വൈറൽ ആവുന്നുണ്ട്. പെട്ടെന്ന് ഈ സെലിബ്രിറ്റീസിനെതിരെ ആരോപണം വരുമ്പോൾ അത് വൈറൽ ആകുമല്ലോ. അങ്ങനെ ആ ആരോപണം വൂവിന്റെ കാതുകളിലും എത്തുന്നു. അവൾ അത് അംഗീകരിക്കുന്നില്ല. ഇല്ല, എന്റെ ഹാൻ ഇങ്ങനൊന്നും അല്ലാതെ എനിക്ക് കത്തെഴുതിയത് കണ്ടില്ലേ, ഹാനിനെ പറ്റി മോശമായി ചിത്രീകരിക്കാൻ ആരോ മനഃപൂർവ്വം ഇത് പടച്ചു വിടുന്നതാണെന്നുള്ള ആ ഒരു ദേഷ്യം വരുന്ന അവൾ അതിനെതിരെ പ്രതികരിക്കാനായി തീരുമാനിക്കുന്നു. കാരണം അവളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റി ആണ് ഹാൻ. അങ്ങനെ അവൾക്ക് പരിചയമുള്ള ഈ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്ന ഒരു കൊച്ച് സുഖബാധിതനാവുന്നതിന് മുന്നേ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ആ പയ്യനോട് ഇവിടെ വെച്ച് നല്ല കമ്പനി ആയിട്ടുള്ള അവൾ അവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇവൾക്ക് ഹാനിൽ നിന്ന് വന്ന മറുപടി കത്ത് ലൈവായി വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഹാൻ എന്നെ പോലെ രോഗിയായ ഒരു കുട്ടിക്ക് പോലും മറുപടി കത്ത് എഴുതുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഹാൻ ഈ ആരോപണങ്ങളിൽ പറയുന്നത് പോലെ ഒരാളെ അല്ലാന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വൈറലാവുന്നു. കാരണം ഇതുപോലെ വയ്യാത്ത ഒരു കുഞ്ഞിനെ പോലും കെയർ ചെയ്യുന്ന വലിയ മഹാമനസ്സുള്ള സിനിമാ നടി എന്ന പേരിലാണ് പോസ്റ്റ് വൈറലാവുന്നത്. അങ്ങനെ ഹാനിനെതിരെ വന്ന ഹെയ്റ്റ് ഒക്കെ പതിയെ കുറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഹാൻ തന്നെ രക്ഷിച്ച പെൺകുട്ടിയോട് സത്യം പറഞ്ഞാൽ നന്ദിയാണ് പ്രകടിപ്പിക്കേണ്ടത്. പക്ഷെ അവൾ അങ്ങനെയല്ല പെരുമാറുന്നത്. ഹാനിന് ആരുടെയും പ്രശംസയോ അല്ലെങ്കിൽ താൻ ചെയ്യാത്തതിന്റെ പേരിൽ ആരെങ്കിലും തന്നെ പുകഴ്ത്തി പറയുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊച്ചിന് മറുപടി കത്ത് എഴുതിയിട്ടില്ല, എഴുതാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ആരുടെയും സപ്പോർട്ട് ഓസിന് വേണ്ട എന്നൊരു തോന്നൽ വരുന്ന ഹാൻ നേരിട്ട് ആ കൊച്ചിനെ ചെന്ന് കണ്ട്
കണ്ട് സംസാരിക്കാനായി ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്താണ് ഇത് ജിയോങ്ങിന്റെ മകളാണ് എന്നത് ഹാൻ അറിയുന്നത്. ഹാൻ ആകെ ഞെട്ടിപ്പോന്നു. ഭാഗ്യവശാൽ ഹാൻ വൂനെ നേരിട്ട് കണ്ട് എന്തെങ്കിലും പറയും മുന്നെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് ജിയോങ്ങും ഹാനും കണ്ടുമുട്ടുന്നത്. വേഗം തന്നെ വൂന്റെ കണ്ണിൽ പെടാതെ ഹാനിനെ മാറ്റിക്കൊണ്ടു പോകുന്ന ജിയോങ് സത്യങ്ങളെല്ലാം ഏറ്റുപറയാണ്. അങ്ങനെ ആ ഒരു കത്തുകൾ ഹാനിനെ സംബന്ധിച്ച് നിസ്സാരമായിരിക്കാം, പക്ഷെ അത് തന്റെ മകൾക്ക് എത്ര സന്തോഷം നൽകുന്നു എന്നതെല്ലാം ജിയോങ് തുറന്നു പറയുന്നു. ഇവിടെ നടക്കുന്ന ഈ സംസാരവും കാര്യങ്ങളും ഹാനിനെ പിന്തുടർന്നെത്തുന്ന ആ ഒരു പാപ്പരാസി റിപ്പോർട്ടർ കവർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. കാരണം അവിടെ ജിയോങ്ങിന്റെ സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് അവന് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഈ റിപ്പോർട്ടറിനെ കാണുകയും അയാൾ ഓടിച്ചു വിടുകയുമാണ് അവിടെ നടന്നത്. എന്തായാലും അന്ന് തിരിച്ചു പോകുന്ന ഹാനിന് ഒരു സ്വസ്ഥതയില്ല. കേട്ട കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്തതുകൊണ്ട് അവൾ അടുത്ത ദിവസം തന്നെ കുട്ടികൾക്കുള്ള ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന വൂനെ കാണാനായി പോകുന്നു. അവിടെ വൂനെ പോലെ അവൾ ഇഷ്ടപ്പെടുന്ന മറ്റു കുട്ടികളെയും കണ്ട് അവൾ സന്തോഷിക്കുമ്പോൾ വൂ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇങ്ങനെ ഹാനിനെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്നു. കുട്ടികൾക്ക് വേണ്ടി ഹാൻ അവിടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഹോസ്പിറ്റലിനും വലിയൊരു തുക തന്നെ സംഭാവന നൽകിയാണ് അവിടെ നിന്ന് ഹാൻ മടങ്ങാൻ നിൽക്കുന്നത്. കൂടാതെ ഈ നടന്ന കാര്യങ്ങളൊക്കെ മീഡിയക്കാരെത്തി കവറും ചെയ്യുന്നു. അങ്ങനെ പോകുന്നതിന് മുന്നേ വൂനോട് മോളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹാനിന്റെ വീടൊക്കെ കാണണമെന്ന് അവൾ ആഗ്രഹം പറയുമ്പോൾ കുഞ്ഞിനെയും അച്ഛൻ ജിയോങ്ങിനെയും ഹാൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫാൻ എന്ന പേരിൽ ആരെയും അങ്ങനെ ഫോണിലൂടെയോ മെസ്സേജുകളിലൂടെയോ ചാറ്റുകളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് വീട്ടിൽ കൊണ്ടുവന്നോ ഒന്നും തന്നെ ഇതിനു മുന്നേ ഹാൻ അടുപ്പിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ അവൾ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അവൾക്ക് അതിൻ്റെതായ ഇവരെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ അവളുടെ പെരുമാറ്റത്തിൽ പ്രകടമാണെങ്കിലും പതിയെ അവൾ ആ വൈബുമായി അങ്ങ് മിങ്കിളാവുന്നു. ഇവിടെ ജിയോങ്ങും വൂവും മാത്രമല്ല വന്നത്. വൂവിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവനും വൂവിനെ പോലെ ഒരു പേഷ്യന്റ് ആണെങ്കിലും അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് വൂ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ പയ്യന് വൂവിന്റെ പ്രത്യേക ആഗ്രഹപ്രകാരം ഇങ്ങോട്ടേക്ക് ഹാന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ഒന്നിച്ചിരുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ഹാനിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായി. അങ്ങനെ എന്തെങ്കിലും ആ ഒരു സമയത്താണ് ഹാൻ മനസ്സിലാക്കുന്നത് വൂവിന്റെ അമ്മ ഇവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയതാണ് വളരെ പണ്ടേ തന്നെ, അതായത് വൂവിന്റെ കുട്ടിക്കാലത്ത് തന്നെ. കൂടാതെ ഇപ്പൊ അവർ അമേരിക്കയിലെങ്ങാണ്ടാണ് താമസിക്കുന്നത്. ജിയോങ് സിംഗിൾ പേരന്റ് ആയിട്ടാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന്. ഇതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവൾക്കൊരു ഫീലിംഗ് ആവുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഹാനിനെ അപകീർത്തിപ്പെടുത്താനായി തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആ റിപ്പോർട്ടർ ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. മറ്റൊന്നുമല്ല, കങ്ങിന് ഹാനിനെതിരെ ഇയാൾ ചമച്ചുവിട്ട ആരോപണങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഒരു രോഗബാധിതയായ കുഞ്ഞുകുട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ കുട്ടിയുടെ അച്ഛൻ ഹാനിന്റെ ഹൈസ്കൂൾ ഫ്രണ്ടാണ്. അപ്പോ ഹാൻ മനഃപൂർവ്വം അയാൾക്ക് കാശ് കൊടുത്ത് വയ്യാത്ത കൊച്ചിനെ കൊണ്ട് അങ്ങനെ വീഡിയോ കള്ളം പറയിപ്പിച്ച് ഇട്ടതാണെന്ന ഒരു രീതിയിൽ അയാൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതേസമയം ഇവരൊന്നിച്ചുള്ള ആർട്ടിക്കിൾ എയ്മി എന്ന ഒരു പെൺകുട്ടി കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, അവര് ഹൈസ്കൂൾ തൊട്ടേ ഒന്നിച്ച് പഠിച്ചവരാണെന്ന രീതിയിലൊക്കെ ആർട്ടിക്കിൾ വരുമ്പോൾ അത് കാണുന്ന എയ്മി വളരെ അപ്സെറ്റ് ആവുന്നു. കാരണം എയ്മിയും ഇവരുടെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചതാണ്. കൂടാതെ ആ പഠിക്കുന്ന സമയത്ത് എയ്മിക്ക് ജിയോങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ജിയോങ്ങിന് ഹാനിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് തോന്നി. ഇവൾക്ക് അന്നേ ഹാനിനോട് ഒരു അസൂയുണ്ട്. കൂടാതെ ഹാൻ ഇപ്പോ പണ്ടത്തേനേക്കാൾ വലിയൊരു സെലിബ്രിറ്റി ആയി മാറിയിരിക്കുമ്പോൾ എയ്മിയോടൻ അവൾക്ക് കലിപ്പ് വരുന്നു. എന്തായാലും അന്ന് വീട്ടിലേക്ക് എത്തിയ ജിയോങ്ങിനെയും മോളെയും ഫ്രണ്ടിനെയും ഒന്നും തന്നെ അവിടെ നിന്ന് ഹാൻ വിട്ടില്ല. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഡ്രിങ്ക്സ് അടിക്കാനായി ഇരിക്കുന്ന സമയത്ത് അവൾ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവന്റെ ദേഹത്തേക്ക് തെറിച്ചു വീണ ഫുള്ള് നനയുന്നു. ഉടനെ തന്നെ അവന് ചേഞ്ച് ചെയ്യാനായി അവൾ അവളുടെ ഒരു ടോപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടുകൊണ്ട് വരുന്ന അവനെ പെൺകുട്ടിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കളിയാക്കുമ്പോൾ ഒപ്പം ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനും അവൾ മറന്നില്ല. ഉടനെ തന്നെ ഫോട്ടോസ് ഡിലീറ്റ് അടിക്കാനായി പറഞ്ഞ് അവൻ മൊബൈൽ പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ രണ്ടുപേരും മറിഞ്ഞു വീഴുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവൻ തന്നെ കിസ് ചെയ്യുമെന്ന് കരുതി എക്സൈറ്റഡ് ആയി കണ്ണുകൾ അടയ്ക്കുന്നു. അവൻ കിസ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പക്ഷെ അത് വെറും തോന്നലായിരുന്നു. അവൻ ഫോണും വാങ്ങി അങ്ങ് മാറിയിരുന്നത് ഡിലീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവളീ സ്വപ്ന ലോകത്ത് മുഴുകിയിരുന്ന ആ ഒരു സമയം കൊണ്ട്. എന്തായാലും അങ്ങനെ രസകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തോ ജിയോങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടം അവൾക്ക് ഇപ്പോൾ ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ അവൻ എണ്ണിക്കുന്നതിന് മുന്നേ എണ്ണീറ്റ് താൻ ഉറങ്ങി എണ്ണിക്കുമ്പോഴേ നാച്ചുറലായി ബ്യൂട്ടിയാണ് എന്ന് കാണിക്കാനായി അവൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. രാവിലെ മേക്കപ്പിൽ മുങ്ങി നിൽക്കുന്നല്ലോ, അതോ ഇന്നലെ മേക്കപ്പ് ഇട്ടിട്ട് കിടന്ന് രാവിലെ ഇങ്ങനെ കാണിച്ചാണെന്നൊക്കെ അവൻ കാര്യം മനസ്സിലാക്കി കളിയാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇവർ ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് കാശ് കൊടുത്ത് ജിയോങ്ങിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചതാണെന്ന ആരോപണത്തിനെ തുടർന്ന് അതിനെ പറ്റി ചോദിച്ചറിയാനായി കുറെ റിപ്പോർട്ടേഴ്സ് അവരുടെ വീടിന്റെ വെളിയിൽ കാത്തു നിൽക്കുന്നത്. ഈ ആരോപണം ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഇവരിങ്ങനെ ഒന്നിച്ചിവിടെ കാണുമ്പോൾ അപ്പോൾ ആരോപണങ്ങൾ ശരിയാണെന്ന രീതിയിൽ റിപ്പോർട്ടേഴ്സ് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. കാരണം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും നാളില്ലാത്ത പോലെ ഹാൻ അവളുടെ ഫാൻ ആയിട്ടുള്ള ആരെയും വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഈ കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ചിന്റെ അച്ഛൻ ഇവളുടെ ഹൈസ്കൂളിലെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവള് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ കുത്തി ഓരോന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ സാധിക്കാതെ ഹാൻ നിൽക്കാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജിയോങ് പ്രതികരിക്കുന്നു. അവൻ ഇപ്പോൾ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും ആക്ച്വലി അവനൊരു ലോയറാണ്. അതിന്റെ അറിവ് വെച്ച് ഒരാളെ പറ്റി തെറ്റായ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ വരാൻ പോകുന്ന കോൺസിക്വൻസുകളെ പറ്റി അവൻ പറയുമ്പോൾ ജേർണലിസ്റ്റുമാർക്ക് വായടക്കേണ്ടി വരുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ഈ ആരോപണങ്ങളും സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് അവിടെ വൂ നിൽപ്പുണ്ടായിരുന്നല്ലോ. അവൾക്ക് ഇത് കേൾക്കുമ്പോൾ അപ്പോ തനിക്ക് കിട്ടിയ കത്തുകൾ യഥാർത്ഥത്തിൽ ഹാൻ തന്നെ എഴുതിയതാണോ എന്ന സംശയം വന്ന് അവൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ തന്നെ എഴുതിയതാണെന്ന് ഒരു കള്ള
കാര്യങ്ങളിലും പെട്ടെന്ന് പറയാനായി ഹാനിന് കഴിഞ്ഞില്ല. അവൾ സത്യം പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്ന വൂവിന്റെ ബോധം പോകുന്നു. കുഞ്ഞിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. കുഞ്ഞങ്ങനെ നല്ല മയക്കത്തിലൊക്കെ ഉള്ള സമയത്ത് അവൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഹാനിന്റെ പിക്ചേഴ്സിന്റെ കളക്ഷൻ ഒക്കെ കാണുന്ന ഹാനിന് എത്രത്തോളം വൂ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാവുന്നു. താൻ ഇത്രയും നാള് ഫാൻസ് എന്ന് പറഞ്ഞ ഒരു പൊള്ളയാണ്, അവർ റിയൽ ആയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നതല്ല എന്ന ഒരു ധാരണയിലാണ് നടന്നത്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് അവളുടെ കണ്ണ് തുറപ്പിച്ചു കളഞ്ഞു. അവൾ പോലും കാണാത്ത അറിയാതിരുന്ന ഒരാൾ അവളെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വല്ലാത്തൊരു കുറ്റബോധം അവൾക്ക് ഫീൽ ആവുന്നു. അങ്ങനെ ജിയോങ്ങിനോട് സംസാരിക്കുന്ന സമയം ഞാൻ കത്തുകൾ എഴുതി എന്നൊരു കള്ളം പറഞ്ഞാൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു അല്ലേ എന്ന് കുറ്റബോധത്തോടു കൂടി ഹാൻ പറയുമ്പോൾ സാരമില്ല, സത്യം എന്നായാലും പുറത്തു വരുമല്ലോ. പിന്നെ ഇത് എല്ലാം വൂ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കത്തുകളാണെന്ന് പറഞ്ഞ് വൂ എഴുതിയ കത്തുകൾ ശേഖരിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ ജിയോങ് ഹാനിന് കൈമാറുന്നു. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് താൻ ഫാൻസിനെ പേടിക്കാൻ തുടങ്ങിയതെന്ന് തന്റെ ആ ഒരു ഇൻസിഡന്റ് അവൾ പറയുന്നത്. അവൾ സ്കൂൾ കാലഘട്ടം മുതലേ അഭിനയിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം പേരും പ്രശസ്തിയും അന്നേയുണ്ട്. അങ്ങനെ ഇരിക്കെ ജിയോങ്ങിന്റെ ഒക്കെ കൂടെ അവൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ ലോക്കറിൽ ഫാൻസിന്റെ 2 ഗിഫ്റ്റ് ബോക്സുകൾ ഇരിക്കുന്നു എന്ന് കണ്ട് അവൾ അതിൽ നിന്ന് ആദ്യത്തേത് എടുത്ത് വളരെ ആകാംക്ഷയില്ല തുറക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവൾ അതിൽ കാണുന്നത് കഴുത്ത് അറുത്തൊരു കിളിയെ ഇട്ടിരിക്കുന്നതാണ്. അവൾ അത് കണ്ട് പേടിച്ചു പോകുന്നു. കൂടാതെ അവളെ മോശമായി പറഞ്ഞുകൊണ്ട് കുറച്ച് മെസ്സേജുകളും അതിലുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഫാൻസ് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് വരുന്നത് തന്നെ പേടിയാണെന്ന് അവൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുന്നവൻ രണ്ടാമത്തെ ബോക്സ് തുറന്നിരുന്നില്ല എന്ന് ചോദിക്കുന്നു. അവൾ തുറന്നില്ല. ആദ്യത്തേതിന് ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടപ്പോഴേ എനിക്ക് രണ്ടാമത്തേത് തുറക്കാനുള്ള ശേഷിയില്ലായിരുന്നു എന്നും പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവന്റെ മുഖത്ത് ഒരു നിരാശ നമുക്ക് കാണാം. എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയോങ് കാശ് വാങ്ങി വയ്യാത്ത മോളെ കൊണ്ട് വീഡിയോ ഇട്ടു എന്ന രീതിയിലൊക്കെ പ്രചാരം വന്നായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് കാണുന്ന പല ആളുകളും ആ ഒരു രീതിയിൽ മോശമായി അവനോട് പെരുമാറുമ്പോൾ അവൻ അതൊന്നും കാര്യമാക്കുന്നില്ല. കൂടാതെ അവനാകട്ടെ അവനാണ് കുഞ്ഞിന് വേണ്ടി ആ ലെറ്റേഴ്സ് എഴുതിയത്, അവന്റെ കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്തതാണ്. ഇതിലൊന്നും ഹാനിന് യാതൊരു പങ്കുമില്ല, വീഡിയോ ഇട്ടത് പോലും ഹാനിന്റെ അറിവോടുകൂടിയല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കാര്യങ്ങളെ വ്യക്തമാക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏമിക്ക് ഒന്നുകൂടെ കുശുമ്പാവുന്നു. ഇതിന്റെ ഇടയിൽ ഹാൻ വൂവിനെയും ജിയോങ്ങിനെയും വന്ന് കാണുന്നതും ഒരു പതിവാവുന്നു. ആ ഒരു സമയത്ത് തനിക്ക് പോസിറ്റീവ് കമന്റുകളെ വായിക്കുന്നതിനേക്കാൾ നെഗറ്റീവ് കമന്റുകൾ വായിക്കുന്നതാണ് ഇഷ്ടം, അതാണ് എനിക്ക് റിയൽ ആയി തോന്നിയിട്ടുള്ളത് എന്നെല്ലാം പറയുന്നവൾ ഇപ്പോ ജിയോങ്ങിന്റെ കൂടെ ഇരുന്ന് അവനിട്ട വീഡിയോയുടെ കൂടി നെഗറ്റീവ് കമന്റുകൾ വായിക്കുന്നു. അതൊക്കെ വായിച്ച് രണ്ടുപേരും ചിരിക്കുകയാണ്. കാരണം എത്രത്തോളം ഇല്ലാത്ത കാര്യങ്ങളാണ് പലരും പടച്ചു വിടുന്നത്. അതൊക്കെ കൊണ്ട് ചിരി അടക്കാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നാലും അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവളെ പറ്റി നെഗറ്റീവായി ഒരുപാട് വാർത്തകൾ വരുന്നത് ഹാന്റെ കരിയറിനെ ബാധിക്കുന്നതായി ഹാനിന്റെ മാനേജർ അവളെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പ്രോജക്ട്സ് ഒക്കെ കുറഞ്ഞു വരികയാണ്. അപ്പൊ അത് ഒന്ന് മാറ്റിയെടുക്കാനും പഴയ പ്രതാപത്തിലേക്ക് വരാനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ തീരുമെന്ന് പറഞ്ഞ് മാനേജർ ഒരു ലിസ്റ്റ് നിരത്തും. അത് പല പ്രോഗ്രാംസിലും ഇമേജ് മെച്ചപ്പെടുത്താനായി പങ്കെടുക്കുന്നതിനെ പറ്റിയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയും അതിഥിവേഷം ഒരു സിനിമയിൽ ചെയ്യുന്നതിനെ പറ്റിയുമാണ്. അവൾ അതിൽ താല്പര്യപ്പെടുന്നത് അതിഥിവേഷത്തിൽ എത്താനായിട്ടാണ്. അങ്ങനെ ആ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിനായി പോകുന്ന സമയം ആ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എയ്മി അവിടെ വെച്ച് കാണുന്നു. എയ്മി ഇവളുടെ ഹൈസ്കൂൾ ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. എയ്മി വളരെ മോശമായി ആ സമയത്ത് അവളെ ചിത്രീകരിക്കാനായി നോക്കുമ്പോൾ അതിനെതിരെ അവൾ പ്രതികരിക്കുകയും തുടർന്ന് വളരെ മോശം പെരുമാറ്റമാണ് എല്ലാവരോടും ഹാനിന് എന്ന രീതിയിൽ അവൾക്കെതിരെ വീണ്ടും ഒരു പ്രചാരം എയ്മി വഴി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയദോഷം കൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഹാനിന് പണിയാണ്. ഇവൻ അവളുടെ ഇമേജ് വെച്ച് പുറത്തിറങ്ങിയിരുന്ന സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ പോലും ഇപ്പൊ ആരും വാങ്ങാത്ത അവസ്ഥയിൽ അതൊക്കെ വിഡ്രോ ചെയ്യപ്പെടുകയാണ്. ഹോസ്പിറ്റലിലേക്ക് വൂവിനെ കാണാൻ എത്തുന്ന ആ ഒരു സമയത്ത് പോലും ഹാനിന് മറ്റുള്ളവർ അവളെ പറ്റി ദൂഷിക്കുന്നത് കേട്ട് അവിടെ നിന്ന് ഇറങ്ങി പോണ്ടി വരുന്നു. അപ്പോൾ അവളുടെ പിറകെ പോയി അവളെ സമാധാനിപ്പിക്കാൻ ജിയോങ് നന്നായി തന്നെ പാടുപെടുന്നു. തുടർന്ന് അവൾക്ക് ഇപ്പൊ പാപ്പരാസികൾ കാരണം അവളുടെ താമസ സ്ഥലത്ത് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ കൂടുതൽ സമയം വൂവിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തങ്ങളുടെ താമസ സ്ഥലത്ത് നിൽക്കാനായി അവൾക്ക് അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെ അതിന്റെ കാര്യങ്ങളിൽ ജിയോങ് കുറച്ച് ബിസി ആവുമ്പോൾ ഹോസ്പിറ്റലിൽ വൂ തനിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന അവിടെ കൂട്ടിരിക്കുന്ന മറ്റമ്മമാര് പോയി കൊച്ചിന്റെ അച്ഛനെ പോയി കൊച്ചിനൊന്നും വേണ്ട, അയാളിപ്പോ ആ പെണ്ണിന്റെ പറയുന്ന സിനിമ നടിയുടെ പറയുന്ന എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കേട്ട് വളരെ സങ്കടത്തിൽ വൂ ഓടിപ്പോകുന്നത് നമുക്ക് കാണാം. പിന്നീട് വൂവിനെ കാണാനില്ല, ഹോസ്പിറ്റലിൽ നിന്ന് അവൾ മിസ്സിംഗ് ആയെന്ന ഒരു വാർത്തയാണ് ജിയോങ് അറിയുന്നത്. അത് കേട്ട് ഹാനും ജിയോങ്ങും വൂവിനെ തപ്പി ഇറങ്ങുന്നു. ഒരുപാട് തപ്പി കാണാതെ ഒടുക്കം റൂഫ് ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവളെ അവിടെ കാണുന്നു. ചില കാരണങ്ങൾ കൊണ്ട് താനിപ്പോ വൂവിനേക്കാൾ കൂടുതൽ ആരോപണ വിധേയായി സങ്കടപ്പെടുന്ന ഹാനിന്റെ സേഫ്റ്റിയും സന്തോഷത്തിനും പ്രയോറിറ്റി കൂടുതൽ കൊടുത്തു. അതാണോ ഇപ്പോ വൂവിന്റെ സങ്കടങ്ങൾക്ക് കാരണം എന്ന വലിയ കുറ്റബോധം വരുന്ന ജിയോങ് പിന്നീട് ഫുൾ ശ്രദ്ധ പഴയതുപോലെ തന്നെ വൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായി തീരുമാനിച്ചു. ആ കാര്യം അവൻ നേരിട്ട് ഹാനിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അത് മനസ്സിലാക്കി ഈ ഒരു ഫാമിലിയിൽ താൻ ഒരു കട്ടുറുമ്പായി അവർക്ക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന തോന്നലിന്റെ പുറത്ത് തിരിച്ച് അവളുടെ താമസ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പക്ഷെ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഈ സമയത്താണ് അവൾ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ച് ജിയോങ്ങിന് അവളോട് പറയാത്തൊരിഷ്ടം മനസ്സിലുണ്ടായിരുന്ന പോലെ തന്നെ ഇവൾക്കും തിരിച്ച് പറയാത്തൊരിഷ്ടം അങ്ങോട്ട് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വ്യക്തമാവുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അതിന്റെ ഇടയിൽ തന്റേതായ രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് ആരോപണങ്ങൾക്ക് ഒരു വ്യക്തത ഹാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ എയ്മി പണ്ട് തൊട്ടേ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. സ്കൂളിൽ വെച്ച് മറ്റുള്ള കുട്ടികൾക്ക് പാര കൊടുക്കുന്ന അവൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്
എന്തുകൊണ്ടാണ് അതെന്ന രീതിയിൽ ചില പഴയ ക്ലാസ്മേറ്റുകളും ഹാനിനെ സപ്പോർട്ട് ചെയ്ത് എത്തുന്ന സമയത്ത് അവൾക്ക് അതൊരു നല്ല കാര്യമായിരുന്നു. കൂടാതെ അവൾക്ക് ഇപ്പോൾ പുതിയൊരു ഫിലിമിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം നാൾ തന്നെ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നു. അതേസമയം തന്റെ എക്സ് വൈഫ് മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് ആ ഫ്യൂണറലിൽ പങ്കെടുക്കാനായി വൂവുമായി ജിയോങ് അവിടെ പോകുന്നുണ്ട്. അങ്ങനെ അമ്മയെ കണ്ട് ഓർമ്മയില്ലാത്ത വൂ അവളുടെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ സാക്ഷിയാവുന്നു. അവൾ നല്ല സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ജിയോങ് അവളോട്, നീ എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. അതുകൊണ്ട് മോള് മുന്നേ അവിവേകം കാണിക്കാൻ പോയതുപോലെ റൂഫ് ടോപ്പിൽ ഒന്നും പോയി നിൽക്കരുത്, ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാനങ്ങനെ എന്റെ ജീവിതം അവസാനിപ്പിക്കാനൊന്നും പോയി നിന്നതല്ല അച്ഛനും ഹാനും ഒന്നിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്ന് അവള് പറയുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിലെ ആഗ്രഹം അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അവൻ മുൻകൈ എടുത്ത് ഹാനിനെ അവന്റെ അടുത്ത് നിന്ന് അകറ്റിയതാണല്ലോ. അവൻ ഹാനുമായി അടുക്കുന്നു, അവളും തന്നോട് അടുക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവിന്റെ പുറത്ത് തന്നെ വേണ്ട എന്ന് കരുതി ഇപ്പോ തങ്ങൾ ഒന്നിക്കുന്നത് വൂവിന് സന്തോഷമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ ഹാനിനെ അന്വേഷിക്കുമ്പോൾ അവൾ യാത്ര പുറപ്പെടാനായി എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ആകെപ്പാടെ ടെൻഷൻ. അവളെ താൻ എന്നേക്കുമായി ഇതോടുകൂടി മിസ് ചെയ്യുമോ എന്ന് അവൻ വെപ്രാളത്തിൽ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തുകയാണ് ഹാൻ. മടങ്ങിയെത്തുന്ന അവളെ കാത്ത് ഒരുപാട് ഫാൻ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു ആളിൽ നിന്ന് വന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. മറ്റാരുമല്ല, ജിയോങ്ങിൽ നിന്ന് ഒരുപാട് ടോയ്സിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് അവൻ ഇവൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. ആ റെക്കോർഡ് ചെയ്തിരിക്കുന്നതെല്ലാം വൂവിന്റെയും അവന്റെയും അവളോടുള്ള ഫീലിംഗ്സും ഇഷ്ടവും ഒക്കെ തന്നെയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവളുടെ മനസ്സ് നിറയുന്നു. അവൾ വേഗം തന്നെ മറുപടി കത്തുകൾ എഴുതുന്നു. ഇതിന് മാത്രമല്ല, പിന്നീട് ഇതിനു മുന്നേ അവൾക്ക് വന്ന് അവൾ റിപ്ലൈ ചെയ്യാതിരുന്ന പല ഫാൻ ഗിഫ്റ്റുകൾക്കും ലെറ്റേഴ്സിനും മെയിൽസിനും അവൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം തങ്ങളെ തേടി തിരിച്ചൊരു സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു കത്തുകൾ അത് തനിക്ക് ചിലപ്പോൾ നിസ്സാരമായിരിക്കാം എന്ന ഒരു രീതിയാണെങ്കിലും അത് കിട്ടുന്നവർക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് അവൾക്ക് അവളുടെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ തിരിച്ച് ഫാൻസിനെ റെസ്പോണ്ട് ചെയ്യുന്നത് വൈറലായി മാറുന്നുണ്ട്. പെട്ടെന്ന് ഇവളിലുണ്ടായി മാറ്റത്തെ പറ്റിയെല്ലാം ഇന്റർവ്യൂ പോലും ആൾക്കാർ എടുക്കുന്നു. ആ സമയത്ത് ഇത് ഒരു മാറ്റമായി തന്നിൽ വരാൻ കാരണം ജിയോങ് ആണെന്ന് പറഞ്ഞു. ജിയോങ് തന്റെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡിനെയും അടിമുടി മാറ്റിയ ഒരാളാണെന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ തീരുമ്പോഴേക്കും അവളെ കാണാനായി ജിയോങ് വന്നിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ വെച്ച് ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച രണ്ട് മനസ്സുകളാണ് ഇവരുടേത്. അത് അവർ തുറന്നു പറഞ്ഞില്ല, പല കാരണങ്ങളും കൊണ്ട് ഒന്നിച്ചതുമില്ല. പക്ഷെ ഇപ്പോൾ ലൈഫ് വീണ്ടും അവരെ കൂട്ടിമുട്ടിച്ചു ഒരു കുഞ്ഞു മാലാഖയിലൂടെ. അങ്ങനെ ആ കുഞ്ഞു മാലാഖ കുട്ടിക്ക് വേണ്ടി തന്നെ, ഒപ്പം അവരുടെ ഉള്ളിലും ഒട്ടും ചോരാതുള്ള ആ ഇഷ്ടത്തിന് വേണ്ടി തന്നെ അവരിനി ഒന്നാവുകയാണ്. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു കഥയും അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.